നമസ്കാരം എല്ലാവർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ സിനിമ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ വക പാൻ ഇന്ത്യൻ പ്രൊമോഷൻ ബറോസിനു വേണ്ടി ഹിന്ദി ട്രെയിലർ ലോഞ്ച് അക്ഷയ് കുമാർ ഇപ്പോൾ നിർവഹിച്ചിരിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ ലാലേട്ടൻ അപ്ഡേറ്റ്സ് ഉടൻ തന്നെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അതിന് നമ്മുടെ പ്രേക്ഷകരുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ വീഡിയോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് ബറോസ്. ചിത്രത്തിന്റെ ഹിന്ദി ട്രെയിലർ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മുംബൈയിൽ വെച്ച്. അക്ഷയ് കുമാറാണ് ഈ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമായതുകൊണ്ട് തന്നെ വളരെയധികം പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ മലയാളം ട്രെയിലർ അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നു. കുട്ടികളെ മനസ്സിൽ കണ്ട് നിർമ്മിക്കുന്ന സിനിമകൾ ഇന്ത്യയിൽ വളരെ കുറവാണ്. എന്നാൽ ബറോസ് തിയേറ്ററുകളിൽ ഒരു മികച്ച അനുഭവമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളെ കുറിച്ച് അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ബറോസ് ഒരുപാട് കുട്ടികളെ വളരെയധികം സന്തോഷിപ്പിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് ട്രെയിലർ ലോഞ്ചിൽ അക്ഷയ് കുമാർ വിവരിച്ചത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഡിസംബർ 25-നാണ് ക്രിസ്മസ് റിലീസായിട്ടാണ് ബറോസ് തിയേറ്ററുകളിൽ എത്തുന്നത് ആഗോളതലത്തിൽ. അതോടൊപ്പം ബറോസിന്റെ ഹിന്ദി പതിപ്പിന്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ 27-നാണ്. സന്തോഷ് ശിവൻ ക്യാമറയും സന്തോഷ് രാമൻ പ്രൊഡക്ഷൻ ഡിസൈനും നിർവഹിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ നിരവധി പ്രഗത്ഭരായ ക്രൂവാണ് ഈ ഒരു സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി സിനിമയിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ന് പുറത്തു വന്ന ബറോസിന്റെ ഹിന്ദി ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അടുത്തൊരു ലാലേട്ടൻ സിനിമയുടെ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.